Okay. Next one, page number 5th. Conditions favorable to support life are probably found only on the earth. The earth is neither too hot nor too cold. It has water and air, which are very essential for our survival. The air has life-supporting gases like oxygen. Because of these reasons, the earth is a unique planet in the solar system. നമുക്കറിയാം ലൈഫ് സപ്പോർട്ട് ഏറ്റവും കൂടുതലുള്ള പ്ലാനറ്റ് ആണ് ഇത്. ലൈഫ് സപ്പോർട്ടുള്ള ഒരേ ഒരു പ്ലാനറ്റ് ആണ് ഇത് എർത്ത് അല്ലേ. എർത്ത് ഈസ് എ യുണീക് പ്ലാനറ്റ് ബിക്കോസ് കണ്ടീഷൻസ് ഫേവറബിൾ ടു സപ്പോർട്ട് ലൈഫ് are probably found only on the earth. Life support ഇന്നുള്ള എല്ലാ കണ്ടീഷൻസും സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് ആണ് ഇത് എർത്ത്. എർത്ത് ഈസ് എ യുണീക് പ്ലാനറ്റ് അല്ലെ. Conditions favorable to support life probably found only on the earth. The earth is neither too hot nor too cold. നല്ല ചൂടുമല്ല നല്ല തണുപ്പല്ല. അപ്പം നമുക്ക് ജീവിക്കാൻ നമ്മുടെ ലൈഫ് സപ്പോർട്ടിന് ആവശ്യമായ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഈ എർത്തിലെ. ഇറ്റ് ഹാസ് വാട്ടർ, എയർ, വിച്ച് ആർ വെരി എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ. നമുക്ക് ജീവിക്കണമെങ്കിൽ എയർ ആൻഡ് വാട്ടർ അല്ലെ. എയർ ആൻഡ് വാട്ടർ ആർ വെരി എസെൻഷ്യൽ ഫോർ അവർ സർവൈവൽ. ദ എയർ ഹാസ് ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ. ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് ദ എർത്ത് ഈസ് എ യുണീക് പ്ലാനറ്റ്. ഇപ്പം സോളാർ സിസ്റ്റത്തിലെ ഒരു യുണീക് പ്ലാനറ്റ് ആണ് എർത്ത്. എന്തുകൊണ്ടാ? എർത്ത് ഈസ് എ യുണീക് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ബിക്കോസ് കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ life support probably found only on the earth. The earth is neither too hot nor too cold. Water and air, which are very essential for our survival, these are found only on the earth. Okay. അതുകൊണ്ടാണ് എർത്തിനെ എന്ത് പറയുന്നത് യുണീക് പ്ലാനറ്റ് എന്ന് പറയുന്നത്. From the outer space, the earth appears blue because its two-thirds surface is covered by water. It is therefore called a blue planet. അതായത് എർത്തിന് നമ്മൾ മറ്റൊരു പേര് പറയും എന്താ? It is also called blue planet. Why? From the outer space, the earth appears blue planet. Why? 2/3 of surface covered by water. നമുക്കറിയാം മൊത്തത്തിലുള്ളതിന്റെ 2/3 ഭാഗവും അല്ലെ. 2/3 surface is covered by water. 2/3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കാണ് അല്ലെ. So therefore earth is called a blue planet. From the outer space, the earth appears blue. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി, അതായത് സ്പേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി നീല കളറിലാണ്. മനസ്സിലായോ? ഔട്ടർ സ്പേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയെ നമ്മൾ നല്ല നീല കളറിലാണ് കാണാം. എന്തുകൊണ്ടാ? 2/3 of the earth covered by water. 2/3 ഭാഗവും വെള്ളമാണ്. മനസ്സിലായോ? അപ്പൊ 2/3 ഭാഗവും വെള്ളം ആയതുകൊണ്ട് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിനെ നമ്മൾ ബ്ലൂ കളറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എർത്തിനെ എന്ത് പറയുന്നത് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? എർത്ത് ഈസ് കോൾഡ് ആസ് ബ്ലൂ പ്ലാനറ്റ് ബിക്കോസ് the earth appears blue. From the outer space, the earth appears blue because its 2/3 surface is covered by water. It is therefore called a blue planet. എന്താ മുഹമ്മദേ? ജിയോഗ്രാഫി അല്ലേ? ഈ ഒരു ലെസൺ കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കുള്ളൂ മോനെ. ഇത് തീരുന്നവരെ ഇത് തന്നെയാണ്. ഓക്കെ അല്ലേ? Okay, next one, moon. Next one is moon. Next one is moon. Wait for a minute, makale. Okay, our earth has only one satellite, that is moon. Its diameter, its diameter is only 1/4 that of the earth.
It appears so big because it is nearer to our planet than other celestial bodies. It is about 3,84,400 kilometers away from us. Now you can compare the distance of the Earth from the Sun, that from the Moon. So, we have first one, Sun in the Sun is the center of the solar system and it is huge and made up of extremely hot gases. 150 million kilometers away from Earth. അതുപോലെ our Earth has only one satellite. ഈ നമ്മുടെ ഭൂമിക്ക് ഒരേ ഒരു സാറ്റലൈറ്റ് അതാണ് എന്ത് മൂൺ അല്ലെ ഭൂമിയുടെ ഒരേ ഒരു പ്ലാനറ്റ് സാറ്റലൈറ്റ് ആണ് ഇത് ഭൂമിയുടെ ഒരേ ഒരു സാറ്റലൈറ്റ് ആണ് ഇത് മൂൺ. The Earth has only one satellite, that is the moon. Its diameter is only 1/4 that of the Earth. It appears so big because it is nearer to our planet than other celestial bodies. It is about 3,84,400. എന്താ പറഞ്ഞേ അതിന്റെ ദൂരം എന്ന് പറയുന്നത് 3,84,400 കിലോമീറ്റർ ആണ്. നമ്മളിൽ നിന്ന് 3,84,400 കിലോമീറ്റർ അകലെയാണ് ഏതുള്ളത് ചന്ദ്രന്റെ സ്ഥാനം. മനസ്സിലായില്ലേ? അപ്പൊ ചന്ദ്രനെ കുറിച്ച് ഇത്രയും ഓർമ്മിച്ചു വെക്കുക. Our Earth has only one satellite, that is moon. Its diameter is only 1/4 that of the Earth. Then 3,84,400 kilometers away from us. Okay. And the next paragraph. The moon moves around the Earth in about 27 days. It takes exactly the same time to complete one spin. As a result, only one side of the moon is visible to us on the Earth. The moon moves around the Earth. Chandran endu cheyyunnunde? ഭൂമിയെ ചുറ്റുന്നുണ്ട്. Is about 27 days. 27 ദിവസം അല്ലേ? It takes exactly the same time to complete one spin. ഇതേ സമയം തന്നെ എന്തിനെടുക്കുന്നുണ്ട്? ഒരു സ്പിൻ കംപ്ലീറ്റ് ആക്കാനും എടുക്കുന്നുണ്ട്. As a result, അതിന്റെ ഫലമായി only one side of the moon is visible to us on the Earth. ഭൂമിയിൽ നിന്നാൽ അതുകൊണ്ട് നമുക്ക് ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? The moon moves around the Earth in about 27 days. It takes exactly the same time to complete one spin. ഒരു സ്പിന്ന് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഏകദേശം 27 ദിവസം വേണം. അതുകൊണ്ട് as a result, only one side of the moon is visible to us on the Earth. ഭൂമിയിൽ നമുക്ക് ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. Next, the moon does not have conditions favorable for life. It has mountains, plains, depressions on its surface. These cast shadows on the moon's surface. Look at the full moon and observe these shadows. The moon does not have conditions favorable for life. Conditions favorable to support life are probably found only on the Earth. ഭൂമിയിൽ മാത്രമേ എന്തുള്ളൂ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഈ മൂണിൽ പറ്റോ? ഇല്ല. Moon does not have conditions favorable for life. Moon does not have conditions favorable for life. ചന്ദ്രനിൽ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ? മൗണ്ടെയിൻസ് അവിടെ എന്തുണ്ട്? മൗണ്ടെയിൻസ്, പ്ലെയിൻസ്, ഡിപ്രഷൻസ് ഓൺ സർഫേസ്. മൗണ്ടെയിൻസും പ്ലെയിൻസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരിക്കലും മനുഷ്യ ജീവിതത്തിന് യോഗ്യമല്ല. ഏത് മനുഷ്യ ജീവിതം സ്യൂട്ടബിൾ അല്ല ഇവിടെ മൂണില്. ഓക്കെ. Next, asteroids. Next one is asteroids.
എടുക്കട്ടെ? Apart from the stars, planets and satellites, there are numerous tiny bodies which also move around the sun. These bodies are called asteroids. They are found between the orbits of Mars and Jupiter. Scientists are of the view that asteroids are part of a planet which exploded many years back. Apart from stars, planets, satellites, there are numerous tiny bodies which also move around the sun. അതായത് ഈ സ്റ്റാർസും പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും ഒക്കെ ഉള്ളത് പോലെ tiny bodies which also move around the sun. സൂര്യൻ അതുപോലെ കുഞ്ഞു കുഞ്ഞു ചെറിയൊരു ഒബ്ജക്ട്സ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾക്കിപ്പോ എന്താ അറിയുള്ളൂ? സ്റ്റാർസും അതുപോലെ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും ഒക്കെ നമുക്ക് അറിയുള്ളൂ അല്ലെ? അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടൈനി ഒബ്ജക്ട്സ് tiny bodies which also move around the sun. These bodies are called asteroids. ഇതിനാണ് എന്ത് പറയുന്നത്? Asteroids എന്ന് പറയാം. They are found between the orbits of Mars and Jupiter. എവിടെ കാണുള്ളൂ? ഈ asteroids എവിടെ കാണുള്ളൂ? മാർസും ജൂപ്പിറ്ററിനും ഇടയിലുള്ള പാത്തിൽ. മനസ്സിലായോ? Apart from the stars, planets and satellites, there are numerous tiny bodies which also move around the sun. These bodies are called asteroids. Asteroids are found between the orbits of Mars and Jupiter. മാർസിനും ജൂപ്പിറ്ററും ഇടയിലുള്ള ഓർബിറ്റ്സിലാണ് ഏത് കാണുക? asteroids കാണുക. Scientists are of the view that asteroids are parts of a planet which exploded many years back. നമ്മുടെ സയന്റിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ സയന്റിസ്റ്റ് പറയുന്നത്? Scientists are of the view that asteroids are part of the planet. Scientists believed that, scientists suggested that asteroids are parts of a planet. Asteroids എന്ന് പറയുന്നത് പ്ലാനറ്റിന്റെ ഭാഗമാണെന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. ഒന്നുകൂടെ I will repeat once more. All of you please listen me. Apart from the stars, planets and satellites, there are numerous tiny objects, tiny bodies which also move around the sun. These objects are known as asteroids. Asteroids are found between the orbits of Mars and Jupiter. Then scientists viewed that asteroids are the part of a planet. എന്താ ഷിസ? എന്താ മോളെ ഷിസ? അൺമ്യൂട്ട് ചെയ്ത മോളെ ഷിസ. ഷിസ എന്തോ ചോദിച്ചു, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷിസ ഫാത്തിമ. ഓക്കെ, ലെഫ്റ്റ് ആയി പോകും. അസ്ട്രോയിഡ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഷിസ എന്തായിരുന്നു പറഞ്ഞു ചോദിച്ചത് മോളെ? ഷിസ ഫാത്തിമ, പ്ലീസ് അൺമ്യൂട്ട് യുവർ ഫോൺ. അൺമ്യൂട്ട് ചെയ്യുമോളെ. Okay, next one, meteoroids. Okay, meteoroids എന്ന് പറഞ്ഞാൽ എന്താ? ഉൽക്കകൾ അല്ലേ? ഉൽക്ക. The small pieces of rocks which move around the sun are called meteoroids. Sometimes these meteoroids come near the earth and tend to drop upon. During this process, due to friction with the air, they get heated up and burn. It causes a flash of light. Sometimes a meteor, without being completely burned, falls on the earth and creates a hollow. Small pieces of rock which move around the sun.
ആ ചെറിയ ചെറിയ റോക്സിന്റെ പീസസ് സൂര്യനെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? മെറ്റിറോയിഡ്സ്. മനസ്സിലായോ? Small pieces of rock which move around the sun are called meteoroids. Sometimes these meteoroids come near the earth. ചില സമയങ്ങളിൽ ഈ സൂര്യനെ ചുറ്റുന്ന ഈ റോക്സ് എന്ത് ചെയ്യും? ഭൂമിയുടെ അടുത്തെത്തും. ഭൂമിയുടെ അടുത്തെത്തിട്ട് എന്ത് ചെയ്യും? ആൻഡ് ടെൻഡ് ടു ഡ്രോപ്പ് അപ്പോൺ ഇറ്റ്. എന്നിട്ട് താഴേക്ക് വീഴും. ഉൽക്ക വീഴുന്നാന്ന് കേട്ടിട്ടില്ലേ? ഉൽക്ക വീഴുന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതായത് ഉൽക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്മോൾ പീസസ് ഓഫ് റോക്സ് ആണ്. റോക്സിന്റെ ചെറിയ കഷ്ണങ്ങള് ഇങ്ങനെ സൂര്യനെ ചുറ്റുന്നുണ്ട്. ആ സൂര്യനെ ഇടയ്ക്ക് ചുറ്റുന്ന ആ സ്മോൾ പീസസ് ഓഫ് റോക്സ് ഇടയ്ക്ക് ഭൂമിയുടെ അടുത്തേക്ക് വരും. ഭൂമിയുടെ അടുത്തെത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ചില സമയങ്ങളിൽ അത് ട്രെൻഡ് ടു ഡ്രോപ്പ് അപ്പോൺ, താഴോട്ട് വീഴാനുള്ള ഒരു ട്രെൻഡ് കാണിക്കും. അതാണ് നമ്മൾ ഉൽക്ക വീഴാറുണ്ട് എന്നൊക്കെ പറയാറില്ലേ? During this process, due to the friction with the air, they get heated up and burn. താഴോട്ട് വീണ എന്താ സംഭവിക്കാം? ഉൽക്ക വീണ എന്ത് സംഭവിക്കും? മഴ പെയ്യോ? എന്താ ആവണി സന്തോഷേ? ഉൽക്ക വീണ എന്താ നമ്മളെ സംഭവിക്കാം? ഉൽക്ക വീണ എന്താ സംഭവിക്കാം? പറ. മ്യൂട്ട് ചെയ്തു. ഉൽക്ക ഭൂമിയിൽ വീണ എന്താ സംഭവിക്കുക? ബേൺ ചെയ്യും അല്ലെ? കത്താണ് ചെയ്യാം. മനസ്സിലായോ? ഉൽക്ക ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ കത്തി നശിക്കുകയാണ് ചെയ്യാം. ബേൺ അപ്പ്, ഹീറ്റഡ് ആൻഡ് ബേൺ, അതായത് ചൂടായിട്ട് അത് കത്തും. ഇറ്റ് കോസസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഇതെന്തിന് കാരണമാവും? ലൈറ്റ് ഉണ്ടാവാനുള്ള കാരണമാവും. Sometimes a meteor without being completely burned falls on the earth and creates a hollow. ചില സ്ഥലത്ത് ഉൽക്ക വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്? കംപ്ലീറ്റ്ലി കത്തി നശിച്ചിട്ട് അവിടെ എന്താവും അറിയോ? falls on the earth, create a hollow, ഒരു കുഴി പോലെ ഹോളോ ആയി മാറും. ഇത്രയേ ഉള്ളൂ. മെറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാല്, മെറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ പീസസ് ഓഫ് റോക്സ് which move around the sun are called meteoroids. Sometimes these meteoroids come near the earth and tend to drop down. And during this process, due to the friction with the air they heated and burn. 1 minute. അപ്പോ നമ്മൾ പറഞ്ഞത് meteoroids അല്ലേ പറഞ്ഞത്? Then get heated and burn. It causes flash of light. ഇനി ഇത് വീണ സ്ഥലത്ത് ചില സമയത്ത് കംപ്ലീറ്റ്ലി കത്തി നശിച്ചിട്ട് അവിടെ എന്തായിരുന്നു മാറും എന്നറിയോ? ഹോളോ ഉണ്ടായി മാറും. Okay. Yes. Do you see a whitish broadband like a white glowing path across the sky on a clear starry night? It is a cluster of millions of stars. This band is the Milky Way galaxy. Our solar system is a part of this galaxy. In ancient India, it was imagined to be a river of light flowing in the sky. Thus, it was named Akashaganga. A galaxy is a huge system of billions of stars and clouds of dust and gases. There are millions of such galaxies that make the universe. It is difficult to imagine how big the universe is. Scientists are still trying to find out more and more about it. We are not certain about its size, and we know that all of us, you and I, belong to this universe.
എന്താ പറഞ്ഞേ? ഡു യു സീ എ വൈറ്റിഷ് ബോർഡ് ബാൻഡ് ലൈക്ക് എ വൈറ്റ് ഗ്ലോയിങ് പാത്ത് അക്രോസ് ദ സ്കൈ ഓൺ എ ക്ലിയർ സ്റ്റാറി നൈറ്റ്? നിങ്ങൾ എന്തെങ്കിലും കണ്ടു വൈറ്റ് ബ്രോഡ് ബാൻഡ് പോകുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് ഗ്ലോയിങ് പാത്ത്, ആകാശത്തിലൂടെ വൈറ്റ് ഗ്ലോയിങ് പാത്ത് ഇങ്ങനെ ഒരു വര പോകുന്ന പോലെ കണ്ടിട്ടുണ്ട് നിങ്ങള്? കൊള്ളിയാന്നോ അതോ നമ്മൾ ഇതിന് പറയാം? അങ്ങനെയല്ലേ പറയാ മലയാളത്തിലല്ലേ? യെസ്. This band is the Milky Way galaxy. It is a cluster of million stars. It is a cluster of million stars. This band is the Milky Way galaxy. അതിനാണ് നമ്മൾ എന്ത് പറയാ? മിൽക്കി വേ ഗാലക്സി എന്ന് പറയാം. ഇത്രേ ഉള്ള സമയം. ഓക്കെ, ഇതിന്റെ ടിക്ക് ദ കറക്റ്റ് ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും നിങ്ങൾ നോട്ടിലേക്ക് ഇന്ന് തന്നെ ചെയ്യാം. ആൻസർ കണ്ടെത്തി ചെയ്യാം. മിസ് പറഞ്ഞുതരുന്നില്ല. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞുതരാം. വാട്സപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. പക്ഷെ ടിക്ക് ദ കറക്റ്റ് ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും നിങ്ങൾ തനിയെ തന്നെ ചെയ്യാം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയട്ടെ. പെട്ടെന്ന് വായിച്ചു നോക്ക്. ഗ്രേസ് ഈസ് ലാഫിംഗ്. പ്ലീസ് റീഡ്. എന്തായിരുന്നു ഹന്ന? മിസ് രാവിലെ സോളാർ സിസ്റ്റം വരയ്ക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ആ നോട്ട്ബുക്കിലാണോ വരയ്ക്കുന്നത്? ഇതല്ലേ വരയ്ക്കാൻ പറഞ്ഞ മോളെ? സോളാർ സിസ്റ്റത്തിന്റെ പിക്ചർ ഇത് ഇതല്ലേ? നോട്ടിലേക്ക് പെട്ടെന്ന് വായിച്ചു നോക്കിയട്ടെ. ഈ ലെസണിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പഠിച്ചേ? ഫുൾ മൂൺ, ന്യൂ മൂൺ, സെലഷ്യൽ ബോഡീസ്, സ്റ്റാർസ്, പിന്നെ കോൺസ്റ്റലേഷൻസ്, പോൾ സ്റ്റാർ, പ്ലാനറ്റ്സ്, സോളാർ സിസ്റ്റം, സൺ, ദെൻ എർത്ത്, മൂൺ, അസ്ട്രോയിഡ്സ് ആൻഡ് മെറ്ററോയിഡ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ടിക്ക് ദ കറക്റ്റ് ആൻസർ ചെയ്യൂലേ തനിയെ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനറ്റ്സ് വരെയല്ലേ നോട്ടിൽ എഴുതുന്ന? നിങ്ങൾക്ക് ഹോംവർക്ക് തന്നത് പോൾ സ്റ്റാർ വരെ അല്ലേ? പോൾ സ്റ്റാർ വരെയല്ലേ ഹോംവർക്ക് തന്നത്? ഇന്നത്തെ ഹോംവർക്ക് പിടിച്ചോ. ഇതാ ഇന്നത്തെ ഹോംവർക്ക്. Planets. What is a planet? What is a planet? എന്താണ് പ്ലാനറ്റ്?
രണ്ടാമത്തത് നെക്സ്റ്റ് വൺ write the names of planets. Write the names of planets. Write the names of planets. Planetന്റെ പേര്. Write the names of planets. Next, what is solar system? Answer കണ്ടെത്തി എഴുതണേ. Next one, what is solar system? What is solar system? Next, Earth is known as a unique planet. Why? Earth is known as a unique planet. Why? Earth is known as a unique planet. Unique planet. Why? എന്തുകൊണ്ടാണ് എർത്തിനെ നമ്മൾ യുണീക്ക് പ്ലാനറ്റ് എന്ന് പറയുന്നത്? നെക്സ്റ്റ് വൺ, what is the difference between asteroids and meteoroids? What is the difference between asteroids and meteoroids? meteoroids. Asteroids and meteoroids. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ലെസൺ കണ്ടോ നിങ്ങള്? ഗ്ലോബ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. സെക്കൻഡ് ലെസൺ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അതിന് നമ്മൾ പറയുന്നത് ഗ്ലോബ് ആണ്. ഗ്ലോബിനെ കുറിച്ചാണ് കേട്ടോ. അതായത് പാരലൽസും പിന്നെയോ പാരലൽസ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡും അല്ലെ? പാരലൽസ് അറിയില്ലേ? യെസ്. അപ്പൊ അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ് ഐ മീൻ 5th ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബ് എന്താണ് മാപ്പ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? All of you please write it on your notebook. What is the difference between globe and map? Difference between globe and map. അന്ന് എഴുതണേ.
ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതിലെ 5th ക്ലാസ്സിലെ ടെക്സ്റ്റിൽ നമുക്ക് ഇതുണ്ടാവും ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബ് ആൻഡ് മാപ്പ്. അപ്പൊ ഹോംവർക്ക് ഇത്രയും ചെയ്യാ. ഇന്ന് തന്നെ ചെയ്തിട്ട് മിസ്സിനൊന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ പേഴ്സണലൈസ് സെൻഡ് ചെയ്യണേ. നാളെ ഇന്ന് രാത്രിയില് ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ടിക്ക് ദ കറക്റ്റ് ആൻസറും ഫൈൻഡ് ചെയ്തിട്ട് നോട്ടിലേക്ക് എഴുതുക. നാളെ മിസ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എന്താ എഡ്വിൻ? മിസ് 7 മണിക്കുള്ളിലല്ലേ ചെയ്തു തരണ്ടേ? ആ അന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തീർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇല്ല പിന്നെ ബേർഡൻ ആയി കഴിഞ്ഞാൽ എഴുതാനേ പറ്റില്ല കേട്ടോ. എന്താ ഏഞ്ചൽ? മിസ് ഇപ്പൊ ഈ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എഴുതിയില്ല, അത് നോട്ട്ബുക്കിലോട്ട് എഴുതേണ്ടതാണോ? നോട്ട്ബുക്കിലേക്ക്. അയ്യോ മിസ്, ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്നും കാണുന്നില്ലായിരുന്നു, കറങ്ങിക്കൊണ്ടേ ഇരിക്കായിരുന്നു. ഇപ്പൊ കുറച്ചു മുമ്പ് കണ്ടത്. അതൊക്കെ ഒരു കുഴപ്പമില്ല. നമുക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യും, അതിൽ നോക്കി ഹോംവർക്ക് ചെയ്യട്ടോ. പിന്നെ നമുക്ക് ആകെ 40 മിനിറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ടൈം കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ, കിട്ടാത്ത കാര്യങ്ങൾ വൈകുന്നേരം അപ്പൊ തന്നെ നമ്മൾ ലിങ്ക് സെൻഡ് ചെയ്യുന്നില്ല, ആ ലിങ്ക് നോക്കി അതിൽ കയറിയിട്ട് എന്താണ് ഹോംവർക്ക് എന്ന് കണ്ടുപിടിക്കാം. മിസ് ഇത് നോട്ട്ബുക്കിലേക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇതിന്റെ ആൻസറും കണ്ടെത്തണ്ടേ? വേണം. ക്വസ്റ്റ്യൻ ഇത് ആൻസർ ടെക്സ്റ്റ് ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെന്താ, ടെക്സ്റ്റിൽ നിന്ന് ആൻസർ കണ്ടെത്തിയിട്ട് എഴുതാം. ഓക്കെ. ഓക്കെ, ടെക്സ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ. എഡ്വിൻ എന്താ മോനെ? എഴുതിയതില്ലേ, ആ അത് നോട്ട്ബുക്കിന്റെ ബാക്ക് പേജിൽ എഴുതണ്ടേ? ഏത് ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻസോ? ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ ഞാൻ പറഞ്ഞില്ല, ഹോംവർക്ക് ചെയ്യുമ്പോൾ പുറകിൽ എഴുതണം എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ക്ലാസ് വർക്കിൽ എഴുതിയാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കാണില്ല. അതുകൊണ്ട് അതിന്റെ നോട്ടിന്റെ പുറകിൽ തന്നെ എഴുതാൻ പറഞ്ഞത്. ചെയ്യുന്ന ഹോംവർക്ക് ഒക്കെ നോട്ടിന്റെ പുറകിൽ ചെയ്യാം. 2 പേജിൽ എഴുതിയാ പോരെ? ടിക്ക് ദ കറക്റ്റ് ആൻസർ ലെസണിന്റെ പേര് എഴുതി ചെയ്യാം. ടിക്ക് ദ കറക്റ്റ് ആൻസർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഫ്രണ്ട് പേജിൽ തന്നെ, അതായത് ലെസണിന്റെ നെയിം എഴുതി കഴിഞ്ഞിട്ട് അതിൽ എഴുതുക. തന്ന ഹോംവർക്ക് നോട്ട്ബുക്കിന്റെ പുറകിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ, അതായത് എത്ര ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ആൻസർ മിസ് വൈകുന്നേരം വാട്സപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. 6 എണ്ണം ഉണ്ട്. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ തനിയെ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ എഴുതാൻ പറയും. വലിയ കുട്ടികളായില്ലേ, 6ാം ക്ലാസ്സിലെത്തിയില്ലേ? ഓക്കെ, സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്തായിരുന്നു ജോസി പറഞ്ഞോ? മിസ്, അപ്പൊ നമ്മള് ഈ ടിക്ക് ദ കറക്റ്റ് ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നോക്കി നോട്ടിൽ ചെയ്താ പോരെ? ടെക്സ്റ്റിൽ ചെയ്യണം, ടെക്സ്റ്റിൽ ചെയ്തിട്ട് നോട്ടിൽ ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ വർഷം ആരായിരുന്നു ചോദിച്ചത് അതുപോലെ എക്സാമിന് തലേദിവസം ഒന്ന് നോട്ട് ചോദിച്ചാൽ ഞാൻ തരില്ല കേട്ടോ ഏഞ്ചലെ. പിന്നെ എന്താ ഹന്ന നോട്ട് തരുവോ, അല്ല എന്താ പിന്നെ ഗ്രേസെ നോട്ട് തരുമോ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാനും ഇടയാക്കണ്ട. അപ് ടു ഡേറ്റ് ആയി നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ ചെയ്യാം. എക്സാമിന്റെ തലേദിവസം എക്സാം രാവിലെ 8:30 ആണെങ്കിൽ 7 മണിക്കോ അല്ലെങ്കിൽ തലേദിവസം രാത്രി 7 മണിക്കോ മിസ്സിനും ഹന്നയ്ക്കും ഗ്രേസിനൊന്നും ആരും മെസ്സേജ് അയക്കണ്ട. എനിക്ക് നോട്ട് തരുമോന്നും ചോദിച്ചു അങ്ങനെയുള്ള ഇടപാടൊന്നും വേണ്ട. അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ ചെയ്യാം. ഓക്കെ, ബൈ ബൈ, സീ യു.